2 ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ ആരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണം. കാണിച്ചു തരാം ഞാൻ. ഓടാ അത് ഞാൻ ഇന്നലെ വലിച്ചേരി കളഞ്ഞു. അതില് കാര്യമായിട്ടൊന്നുമില്ല. അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഇന്നാർക്ക് കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ മണി 9 കഴിഞ്ഞാ. വേഗം എന്താ അയ്യോ എന്താ ഇപ്പൊ അവരുടെ ഒരു തിരക്ക്. എടാ ഉരുണ്ട് മറിഞ്ഞ് വീട് കയ്യും കാലും അടിക്കാനുള്ള മെല്ലപ്പോ. ഓ ശരിയേ, ഞങ്ങൾ നോക്കിക്കോളാവേ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. ഇത് ഒപ്പിടാൻ. അതിൽ ഞാൻ ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടോണോ? മൊട്ടത്തലയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും സാറേ. രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ. മണി 11 നിങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? എത്തിയോ കാലമാര്? അങ്ങോട്ട് കാട്ടു പാത്രം. ഇങ്ങോട്ട് കാട്ടാ. 2 വേണ്ട, 1 മതി. ചേട്ടാത്തിയേ, ഇതില് കൊള്ളാവുന്ന പീസൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ? കൊള്ളാവുന്ന പീസൊക്കെ നിന്റെ മൊബൈലിലല്ലേ? മേരിച്ചടത്തിയത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൊണ്ടുവരാ. ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കട്ടാൻ കാപ്പി. ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ, എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. എന്റെ കർത്താവേ, എന്റെ ഈശോയേ, ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ. എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. ഇത് ഞാനടാ ചേട്ടത്തി. സിനിമയാ? എടാ നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പൊ മോൻ പ്രേതം പടം കണ്ടോണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട നീ എങ്ങനെ SSFU ആയത്? അതല്ല നിന്റെ കൂട്ടുകാരൻ എവിടെ? അല്ല ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ മാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിനെന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രയൊക്കെ പോരണ്ടേ ശുഭേട്ടാ? അത് പോരെന്നാ. ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്.
ഓ എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെയും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ഷിബുവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം. ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ലെന്ന്. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ ആന്റപ്പാ ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന അടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരിയാ, ആശാന്റെ പുതിയ ആഹാരം തന്നെ. എടാ വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ അല്ല ഞങ്ങള് വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുതാ. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാളിത് അവിടെ നോക്കിക്കുവാ. ശരിയാണല്ലേ. അവൻ ഇവിടെങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവൾ ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. എന്താ ട്യൂഷൻ ക്ലാസ്സിൽ നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം, അവളെ പറ്റിയല്ല അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാളുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേട്ടാ. ഇവന്റെ ട്യൂഷൻ ടീച്ചർ അതിന് മുമ്പ് ആളെത്തിയല്ല. എടാ സിബിച്ച ദേടാ അവള് പറ്റടാ. ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല. അല്ല ഇതാര് സാജിത കുട്ടിയാ? കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കോളേജിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണ്? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടയാ, കുറച്ചിറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ? ശരി. എന്നടാ ഏട്ടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണ്? ഇപ്പൊ വരാന്ന്. മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഫാസ്റ്ററാണ് പോലും ഫാസ്റ്റർ. നീ നോട്ടം പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ചു നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടറാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്കി ഷർട്ട് ഇടണമെന്നാണോ ഡ്രൈവർ കാക്കി ഷർട്ട് ഇടണമെന്നാണോ നിയമം? എന്റെ പൊന്നാമ്പ്രോസേ, ഒന്നാമത്തെ ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്താ പേടിച്ച് നാട്ടുകാരനകത്തോട്ട് കയറുകൂടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? പ്രൈസ് ദി ലോർഡ്. പപ്പ ഞാൻ പോവാന്ന് കേട്ടോ. ആ ചോപ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. താങ്ക് യു. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താമായിരുന്നു. വീട്ടിലായിരുന്ന കൊണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ അതോ, ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചുവപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞുന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ ഓർമ്മയില്ല അല്ലേ? ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ. ഓ അംബ്രോസേ, അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ എം സോറി. ഫ്രണ്ടിനോടോ?
പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കുവാ അല്ലേ? ഓ തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം, ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ.